പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയ ഇരുട്ടുതോട് മരുതമ്പാടി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ജോയി ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുമേനി, ചാത്തമംഗലം പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇരുട്ടുതോട് മുതൽ മരുതമ്പാടി വരെയുള്ള നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയ റോഡ് നാടിന് സമർപ്പിച്ചു. കുടിയേറ്റത്തിൻ്റെ 60 ആണ്ട് കാലത്തെ ചരിത്രമുള്ളതാണ് ഈ ഭാഗത്തെ റോഡുകൾ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 33 ലക്ഷം രൂപയുടെ റോഡ് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താനായത്. ടാറിംഗ് പ്രവർത്തികൾ, കോൺക്രീറ്റ് പ്രവർത്തികൾ എന്നിങ്ങനെ വിവിധ രീതിയിൽ നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ ജോയി നിർവഹിച്ചു. നേരത്തെ പണിയെടുത്ത 7 ലക്ഷം രൂപയുടെ ടാറിങ് നടന്നു. പിന്നീട് നമ്മുടെ താഴെ അപ്പൻചാട്ടൻ്റെ, വെളിയത്ത് അപ്പൻചാട്ടൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും നടന്നു പോലും നേരത്തെ ഒരു അവസ്ഥ നോക്കിയാൽ ഇവിടുത്തെ പ്രയാസം നമുക്ക് തിരിയുള്ളൂ. നടന്നു പോലും വരാൻ പറ്റാത്ത നിലയായിരുന്നു. ഇപ്പം ഞാൻ അവിടെ നിന്ന് കയറ്റം, അവിടെ നമുക്ക് 3 റീച്ച്, 2 റീച്ച് തൊഴിലുറപ്പിൻ്റെ 10 ലക്ഷം, ഇത് 5 15, നമ്മൾ അവിടെ നിന്ന് മേലേക്കുള്ള 5 20. ഇപ്പം ഇനി ഒന്നും പേടിക്കണ്ട. കുറച്ചിങ്ങനെ നിങ്ങൾ ഇറങ്ങി ഭാസ്കരേട്ടൻ്റെ ഇറങ്ങി അങ്ങ് പോകുമ്പം കുറച്ചങ്ങ് ചെല്ലുമ്പോൾ റോഡെല്ലാം ഉദ്ഘാടനം ചെയ്ത് താഴെ കുഴിയാണല്ലോ എന്ന് അനീഷ് വിചാർ കുഴിയുണ്ട്. ആ കുഴിക്ക് 7 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട്. രജീഷ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതും മനോഹരമായി ഇപ്പം തീരും. ഇവിടെ നിങ്ങോട്ട് നമ്മൾ വരുമ്പം എസ് വളവ് കറങ്ങി വരുന്ന സ്ഥലത്ത് ആ അവിടെ അടയ്ക്കാൻ അതിന് പൈസ പാസ്സായിട്ടുണ്ട്. അത് നമ്മുടെ അരുൺ പള്ളക്കൾ എടുത്തിട്ടുണ്ട്. മാർച്ചിന് മുമ്പ് നമ്മുടെ തീരും. നമ്മുടെ പ്രദേശത്ത് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇവിടെ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും പറയാനുള്ളത്, നമ്മൾ ഈ നിൽക്കുന്ന ഇതിന് നേരെ ഇതാണ് നമ്മുടെ ചാത്തമംഗലം തെരുവുമല. ആ തെരുവുമലയിലേക്ക് 100 കണക്കിന് ആളുകൾ വരികയാണ്. ഒരു ഭാഗത്ത് ഈ നാടിനെ, ഈ ഇവിടുത്തെ കൃഷിഭൂമിയെ പൊന്നാക്കിയവരാണ് ഇവിടേക്ക്. അപ്പൻചാനും പാപ്പൻചാനെ ഇപ്പോൾ കണ്ടമടരെ വർത്താനം പറഞ്ഞത് അവരുടെ ജീവിതാനുഭവമാണ്. അപ്പൻചാട്ടൻ എന്നോട് ചോദിച്ചത്, അപ്പൻചാൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഇതെല്ലാം ആയി, ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതായില്ലേ, നിങ്ങൾ നടക്കാൻ പോലും പറ്റാതായെങ്കിൽ പോലും സന്തോഷകരമായി നമുക്ക് അവിടുന്ന് വണ്ടി വന്ന് അങ്ങോട്ട് പോകാം. റോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തമംഗലം റോഡ്, അവിടെ കല്ലുപറക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലേ. ചാത്തമംഗലം റോഡ് നമുക്ക് ഏറ്റവും പ്രയാസപ്പെട്ട ഏറ്റവും പ്രയാസമുള്ള സ്ഥലമാണ് ഈ റോഡിൻ്റെ ഈ ഭാഗം. ചാത്തമംഗലത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സ്ഥലമായിരുന്നു അതിൻ്റെ തലയ്ക്കും. അതിൽ നമുക്ക് ഒരാൾ നടന്നാൽ തലയും കുത്തി മറിഞ്ഞു. ആദ്യം നമ്മളത് 10 ലക്ഷം രൂപ കൊടുത്ത് ആ റോഡിന് ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടന്നിട്ടുണ്ട്. എസ് വളവിൽ നിന്ന് താഴേക്ക് പോകുന്ന റോഡിന് 20 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കി നമ്മുടെ ഏറ്റവും വലിയ പരുത്തിക്കൽ ഇപ്പുറം വഴി താന്നിച്ചാൽ പരുത്തിക്കൽ റോഡ് 30 ലക്ഷം രൂപയുടെ പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നുന്നത് മുതം പരുത്തിക്കലിന് നമ്മൾ റോഡ് ഇത്തവണ 10 ലക്ഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏതാണ്ട് നമ്മുടെ റോഡൊക്കെ നമുക്ക് തീരും. ജോസഫ് മുള്ളമ്മട അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ VG ശ്രീനിവാസൻ, കുര്യാച്ചൻ പ്ലാത്തോട്ടം, ജമിനി മുള്ളമ്മട, അപ്പച്ചൻ മേക്കലാത്ത്, ജോസ് വലിയകുന്നത്ത് എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഗതാഗതയോഗ്യമായ റോഡ് സൗകര്യമെന്നത്. ഇത് യാഥാർത്ഥ്യമാക്കിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുമേനി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.